പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എഫാത്ത കുടുംബം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് കുടമാളൂരും മുത്തിയമ്മയോടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് മുത്തിയമ്മ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെ ചേർത്ത് വെച്ച് എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്, എങ്ങനെയാണ് അമ്മ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഈ അമ്മ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മധ്യസ്ഥയായി നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ഈശോയുടെ അത്ഭുത പ്രവൃത്തികൾ കാണിച്ചു കൊടുത്ത അമ്മ ഇന്ന് നമ്മുടെ ജീവിതത്തിലും അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരാൻ എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നു സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ മിഖായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഒന്നിച്ച് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന തിരുവചനം ഇതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 35-ാമത്തെ തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് വസിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയണമെങ്കിൽ പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയുള്ള വിനയമുള്ള ഹൃദയത്തിന്, ജീവിതത്തിന് ഉടമകളാകാൻ പറ്റണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളും നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ. ആ മേഖലയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്ന വചനം ഇതാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മ ദൈവവചനത്തെ സ്വീകരിച്ചുകൊണ്ട്, വചനത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മാലാഖ ദൂതറിയിച്ചപ്പോൾ അമ്മ എളിമപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും, ജീവിത പങ്കാളിയുടെ മുൻപിലും, മക്കളുടെ മുമ്പിലും, സമൂഹത്തിന് മുമ്പിലും, നമ്മുടെ മാതാപിതാക്കളുടെ മുൻപിലും, നമ്മുടെ അധികാരികളുടെ മുൻപിലുമൊക്കെ എളിമയുള്ള വിനയമുള്ള ഒരു ഹൃദയം നമുക്ക് സ്വന്തമാക്കാനായിട്ട് ഈ വചനം നമുക്ക് ചേർത്ത് വെക്കാം. ഏതാണ്? ലൂക്ക 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു അത്ഭുതം നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലാത്ത രീതിയിൽ അസാധ്യമായ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും. ഈ 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളെ ദത്തെടുത്ത് പ്രാർത്ഥിക്കണം. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് മാറണം. നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളെയും, നമ്മൾ വേദനിപ്പിക്കുന്നവരെയും, നമ്മൾ മുഖാന്തരം വേദനിക്കുന്നവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കുടമാളൂർ മുത്തിയമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കുടമാളൂരമ്മേ, മുത്തിയമ്മേ, ഞങ്ങളുടെ വത്സല മാതാവേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും നിറകുടമായ അമ്മേ, ദൈവാത്മാവിനോട് ചേർന്ന് സകലരെയും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. ദൈവവചനം മാംസമായി സ്വീകരിച്ച് ഈശോയ്ക്ക് ജന്മം നൽകിയ അമ്മേ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയുടെ അത്ഭുതകരമായ സഹായം വെളിപ്പെടുത്തിയ മാതാവേ, ഞങ്ങളുടെ വിഷമസന്ധികളിൽ അമ്മയുടെ അത്ഭുതകരമായ സഹായം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉത്തമമായ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പാപികളുടെ സങ്കേതമായ മറിയമേ, ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും, സകലവിധ തിന്മകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ സംരക്ഷകയായ കുടമാളൂർ മുത്തിയമ്മേ, അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ എല്ലാ മേഖലകളും സമർപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്ന ദൈവകൃപ നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ, നമ്മുടെ എഫത്ത ഗ്രൂപ്പിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ,
പ്രാർത്ഥിക്കാൻ കഴിയാതെ കിടക്കുന്ന രോഗികളെ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത മക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിലേക്ക് ചേർത്ത് കുടമാളൂർ മുത്തിയമ്മയുടെ സാന്നിധ്യം, അതുപോലെ പലതരത്തിലെ രോഗപീഠകളിൽ വലയുന്നവർ, മാനസികമായും ശാരീരികമായി തകർന്നു കഴിയുന്ന കുടുംബങ്ങൾ, പരസ്പരം യോജിപ്പില്ലാതെ വേദനിക്കുന്നവർ, സ്വന്തമായി ജോലിയില്ലാത്ത മക്കൾ, ഒത്തിരി പഠിച്ചിട്ട് ഒരു തരത്തിൽ ഒരു ഗതിയുമില്ലാതെ വേദനിക്കുന്നവർ, ജോലിയിൽ സ്ഥിരതയില്ലാത്തവർ, ഉപരിപഠനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, പല വിധത്തിലെ പരീക്ഷ കഴിഞ്ഞ് ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്ന മക്കൾ, മനസ്സ് മടുത്തു നിൽക്കുന്ന ജീവിതങ്ങൾ, മദ്യപാനികൾ, മയക്കുമരുന്നിനും വ്യഭിചാരത്തിനും അശുദ്ധിക്കുമൊക്കെ അടിമപ്പെട്ടു പോകുന്ന മക്കൾ, പുതുതായി ബിസിനസ് ചെയ്യുന്ന മക്കൾ, ബിസിനസ്സിൽ പരാജയപ്പെട്ടിരിക്കുന്ന മക്കൾ, സ്ഥലക്കച്ചവടത്തിൻ്റെ തടസ്സം മാറുന്ന മേഖലകൾ, സ്വന്തമായി ഭവനം മേടിക്കുവാൻ, ഭൂമി മേടിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ, നഴ്സറി മുതൽ യൂണിവേഴ്സിറ്റി വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും, പലതരത്തിലുള്ള മോണരോഗങ്ങളായി വേദനിക്കുന്നവരെ, ക്യാൻസർ രോഗികളായവരെ, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരെയും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെയും, എല്ലാ ഹോസ്പിറ്റലുകളെയും എല്ലാ തിയേറ്ററുകളെയും ഇന്നത്തെ ഓപ്പറേഷൻ വിധേയരാകുന്നവരെ എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം അനുഭവിച്ച് എല്ലാ മേഖലകളിലേക്കും തമ്പുരാൻ്റെ കരം നീളുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ ഉണ്ണീശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ, അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ അമ്മയോടൊപ്പം സകല വിശുദ്ധരോടും മാലാഖമാരോടും കൂടെ സ്വർഗീയ പിതാവിനെ നിത്യം വാഴ്ത്തി സ്തുതിക്കുന്നതിനുള്ള അവസരം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ. 2 കൊരിന്തോസ് 1:2 ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ചോദിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.